ന്യൂയോർക്ക് നഗരത്തിന്റെ തെരുവുകളിലൂടെ ഓരോ രാത്രിയും സഞ്ചരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ടാക്സി ഡ്രൈവർ. തന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന ഓരോ മനുഷ്യനെയും ഓരോ അസ്വസ്ഥമാക്കുന്ന കാഴ്ചകളെയും അവൻ നിശബ്ദമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഈ നഗരത്തെയും തന്റെ ഏകാന്തമായ ജീവിതത്തെയും വെറുത്തു തുടങ്ങിയ അയാളുടെ ജീവിതത്തിലേക്ക് ഒരു യുവതി കടന്നു വരുമ്പോൾ ഏറെക്കാലത്തിന് ശേഷം അവനൊരു പ്രതീക്ഷ തോന്നുന്നു. പക്ഷേ അതേ നഗരത്തിന്റെ മറ്റൊരു മുഖം വളരെ ചെറുപ്പത്തിൽ തന്നെ അതിന്റെ ഇരുട്ടിൽ അകപ്പെട്ടുപോയ ഒരു പെൺകുട്ടിയിലൂടെ അവൻ തിരിച്ചറിയുന്നു. ഒരു വശത്ത് താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമം, മറുവശത്ത് ഈ നശിക്കപ്പെട്ട നഗരത്തെ സ്വയം നന്നാക്കിയാലോ എന്ന ആഗ്രഹം. ഈ രണ്ട് ലോകങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോകുമ്പോൾ അയാളുടെ ഏകാന്തത പതിയെ മറ്റൊരു രൂപം കൈക്കൊള്ളുകയാണ്. അധികം വൈകിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ന്യൂയോർക്ക് നഗരത്തിലൂടെ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുന്ന ഒരാൾ. ജോലി അന്വേഷിച്ചുകൊണ്ട് അവനൊരു ടാക്സി ഡിപ്പോയിലെത്തുന്നു. പേര് ട്രാവിസ് ബിക്കിൾ. ഉറക്കമില്ലായ്മ കൊണ്ട് രാത്രികളിൽ താൻ ബസ്സുകളിലും സബ്വേയിലും ഒക്കെ വെറുതെ കറങ്ങി നടക്കാറുണ്ടെന്നും അങ്ങനെ വെറുതെ രാത്രികൾ കളയുന്നതിന് പകരം അതിനൊരു ശമ്പളം കൂടി വാങ്ങിക്കൂടെ എന്ന് കരുതിയാണ് അവൻ ടാക്സി ഓടിക്കാമെന്ന് തീരുമാനിച്ചത്. അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യാൻ പറ്റിയ റൂട്ടുകളും ദിവസങ്ങളും ചോദിച്ചപ്പോൾ ഏത് റൂട്ടും ഏത് ഹോളിഡേയ്സും ജോലി ചെയ്യാമെന്നാണ് ട്രാവിസ് നൽകുന്ന മറുപടി. പ്രശ്നക്കാരായ ഒറ്റപ്പെട്ട ആൾക്കാരെ ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഓരോ ചോദ്യത്തിനും ട്രാവിസ് വളരെ ശാന്തമായി ഉത്തരം നൽകുന്നു. അവന് 26 വയസ്സാണ്. ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നുമില്ല. പഠനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനില്ല. തന്റെ US മെറീൻസിലെ സേവനം ഓണറബിൾ ഡിസ്ചാർജിലാണ് അവസാനിപ്പിച്ചത്. ആ ഉദ്യോഗസ്ഥന് ഒരു എക്സ് മെറീൻ ആയതിനാൽ അയാൾ ട്രാവിസിന് ഒരു അവസരം നൽകാൻ തയ്യാറായി. അങ്ങനെ രാത്രി ഷിഫ്റ്റിൽ ടാക്സി ഓടിക്കാനുള്ള ജോലി അവന് ലഭിക്കുന്നു. ഇനി അങ്ങോട്ട് കഥയുടെ വലിയൊരു ഭാഗം നമ്മൾ കാണുന്നത് ട്രാവിസിന്റെ കണ്ണുകളിലൂടെയാണ്. രാത്രി മുഴുവൻ അവൻ കാണുന്ന കാഴ്ചകളും തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അവന്റെ ഡയറിയിൽ എഴുതുന്ന ചിന്തകളും. വൈകുന്നേരം 6 തൊട്ട് പിറ്റേന്ന് രാവിലെ 6 വരെ എല്ലാ ദിവസവും ട്രാവിസ് ജോലിയെടുത്തു. ഇരുട്ട് വീണു കഴിഞ്ഞാൽ ന്യൂയോർക്ക് മറ്റൊരു നഗരമായി മാറുന്നു. തെരുവുകളിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരും സമ്പന്നരും പാവപ്പെട്ടവരും അങ്ങനെ പലതരം മനുഷ്യർ രാത്രിയുടെ ഇരുട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതെല്ലാം കാണുമ്പോൾ ട്രാവിസിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ്: എപ്പോഴെങ്കിലും ഒരു വലിയ മഴ പെയ്ത് ഈ നഗരത്തിലെ ഈ അഴുക്കുകളെയെല്ലാം കഴുകിക്കൊണ്ടു പോയിരുന്നെങ്കിൽ. മറ്റു ഡ്രൈവർമാർ സംശയമുള്ള യാത്രക്കാരെയും സ്ഥലങ്ങളെയും ഒഴിവാക്കുമ്പോൾ ട്രാവിസിന് യാതൊരു ഭയവുമില്ല. പണം കിട്ടിയാൽ മാത്രം മതി. പക്ഷേ ഓരോ ദിവസവും രാവിലെ ടാക്സി തിരികെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ രാത്രിയിൽ യാത്ര ചെയ്ത മനുഷ്യർ ബാക്ക് സീറ്റിൽ ഉപേക്ഷിച്ചു പോയതെല്ലാം വൃത്തിയാക്കേണ്ടി വരുന്നു. ചിലപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനൊപ്പം യാത്ര ചെയ്തവരുടെ വൃത്തികേടുകൾ, ചിലപ്പോൾ രക്തം പോലും. 12 മണിക്കൂർ രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ടും അവന് പകൽ ഉറങ്ങാൻ കഴിയുന്നില്ല. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു അഡൽട്ട് മൂവി മാത്രം കാണിക്കുന്ന തിയേറ്ററിൽ കയറുന്നു. അവിടെയുള്ള പോപ്കോൺ കൗണ്ടറിലെ പെൺകുട്ടിയോട് വളരെ മാന്യമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് യാതൊരു താല്പര്യവുമില്ല. ഇങ്ങനെ ഏകാന്തമായ ഒരു ജീവിതത്തിനിടയിലാണ് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ ഓഫീസിന്റെ മുന്നിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു യുവതിയെ അവൻ കാണുന്നത്. അവന്റെ കണ്ണുകളിൽ അവൾക്ക് ചുറ്റുമുള്ള അഴുക്കുകൾക്കൊന്നും തൊടാൻ പോലും കഴിയാത്തത്ര ശുദ്ധമായ ഒരാൾ. ഡയറിയിൽ ട്രാവിസ് അവർക്ക് അവളെ തൊടാൻ കഴിയില്ല എന്ന് എടുത്തെഴുതുന്നു. ആ യുവതിയുടെ പേര് ബെറ്റ്സി എന്നാണ്. അവൾ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായ സെനറ്റർ ചാൾസ് പാലന്റൈന്റെ ക്യാമ്പയിൻ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഓഫീസിനുള്ളിൽ ബെറ്റ്സി തന്റെ കോവർക്കറായ ടോമിനൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഓഫീസിന്റെ വാതിൽക്കൽ മണിക്കൂറുകളായി കിടക്കുന്ന ടാക്സി അവൾ ശ്രദ്ധിക്കുന്നു. അതിൽ ട്രാവിസ് അവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടോം പുറത്തേക്ക് നിന്ന് ഓഫീസിന്റെ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യാതെ ടാക്സി അവിടെ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ താൻ പിടിയിലായെന്ന പോലെ ട്രാവിസ് പെട്ടെന്ന് ടാക്സി എടുത്തു പോകുന്നു. ജോലിക്കിടയിൽ മറ്റു ടാക്സി ഡ്രൈവർമാർ ഒത്തുകൂടുന്ന ഒരു റെസ്റ്റോറന്റിൽ അവനെത്തുന്നു. അവിടെ വിസാഡ്, ഡൗബോയ്, ചാർലി എന്നിവരെയും കാണുന്നു. അവർ സ്ത്രീകളെക്കുറിച്ചുള്ള സംസാരങ്ങളുമൊക്കെയായി ഇരിക്കുമ്പോൾ ട്രാവിസ് അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെങ്കിലും സംഭാഷണത്തിൽ പങ്കെടുക്കുന്നില്ല. അവനെല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുകയാണ്. അവനോട് രാത്രി ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ട്രാവിസിന്റെ ശ്രദ്ധ അവിടെ ഇരിക്കുന്ന മറ്റൊരാളിലാണ്. വലിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച ഒരു കറുത്ത മനുഷ്യൻ. ഡൗബോയ് ട്രാവിസിനോട് രാത്രിയിലെ സുരക്ഷയ്ക്കായി ഒരു തോക്ക് വാങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നു. താൻ ഒരു കൺസർവേറ്റീവ് ആണെന്നും തനിക്ക് തോക്ക് ആവശ്യമില്ലെന്നുമാണ് അവന്റെ മറുപടി. അപ്പോൾ തന്നെ ശ്രദ്ധ മാറുന്നത് അവൻ വെള്ളത്തിലിട്ട ടാബ്ലറ്റിൽ നിന്ന് ഉയർന്നു വരുന്ന ബബിൾസിലേക്കാണ്. എന്തോ വലിയ കാര്യമെന്ന പോലെ അതിൽ തന്നെ ഡീപ്പായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യരെയും അവരുടെ സംഭാഷണങ്ങളെയും നോക്കിക്കൊണ്ടും കേട്ടുകൊണ്ടും അവർക്കിടയിലുണ്ടെങ്കിലും അവരിൽ ഒരാളായി ട്രാവിസ് ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അവൻ പതുപോലെ ബെറ്റ്സിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടോമിന്റെ തമാശകൾ കേട്ട് അവൾ ചിരിക്കുകയും അവനോട് ഫ്രണ്ട്ലി ആവുന്നതും കാണുന്നത്. അവൾ ടോമുമായി അടുക്കുമോ എന്നൊരു അസ്വസ്ഥത അവനിൽ ഉണ്ടാക്കി. ഒടുവിൽ വെറുതെ നോക്കി നിൽക്കുന്നതിന് പകരം നേരിട്ട് സംസാരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഓഫീസിനുള്ളിലേക്ക് കയറി നേരെ ബെറ്റ്സിയുടെ അടുത്തെത്തി. തനിക്ക് ക്യാമ്പയിനിൽ വോളണ്ടിയറായി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ടോം തന്റെ ടേബിളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബെറ്റ്സിക്കൊപ്പമാണ് ചെയ്യേണ്ടതെന്ന് ട്രാവിസ് തുറന്നു പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അവൾ ചോദിച്ചപ്പോൾ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ് ബെറ്റ്സി എന്നായിരുന്നു മറുപടി. അത് കേട്ട് അവൾക്ക് ചെറിയൊരു സന്തോഷമാവുന്നുണ്ടെങ്കിലും അവൻ സഹായിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ട്രാവിസിന്റെ അഭിപ്രായം ചോദിക്കുന്നു. പക്ഷേ അയാളെക്കുറിച്ചോ പൊളിറ്റിക്സിനെ കുറിച്ചോ കാര്യമായ ഒന്നും അവനറിയില്ല. ഈ വിചിത്രമായ നേരിട്ടുള്ള സ്വഭാവത്തിൽ ഒരു കൗതുകം തോന്നിയ ബെറ്റ്സി അവന്റെ വോളണ്ടിയർ ഓഫർ സ്വീകരിക്കുന്നു.
പക്ഷെ അവന് രാത്രിയിൽ ടാക്സി ഓടിക്കണം, പകൽ സമയം വിശ്രമിക്കണം. അതുകൊണ്ട് ശരിക്കും അവിടെ ജോലി ചെയ്യാൻ അവനെ കൊണ്ട് കഴിയില്ലെന്ന് ബെറ്റ്സി മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്ന് അവൾ ചോദിക്കുമ്പോൾ ട്രാവിസ് അവളോട് ഒരു കോഫി കുടിക്കാൻ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു. താൻ അവളെ കുറെ ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവളുടെ ജോലിയിലും ചുറ്റുമുള്ള ആളുകളിലുമൊക്കെ യഥാർത്ഥത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു ഒറ്റപ്പെട്ട ആളായാണ് അവളെ തോന്നിച്ചതെന്നും പറഞ്ഞു. താൻ ആ ഓഫീസിലേക്ക് നടന്നു വന്ന നിമിഷം തന്നെ അവൾക്കൊരു സുഹൃത്തിനെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയെന്നും ആ വ്യക്തിയായി തനിക്ക് മാറാൻ കഴിയുമെന്നും ട്രാവിസ് അറിയിച്ചു. അവന്റെ ഈ സ്ട്രെയിറ്റ് ഫോർവേഡായ അപ്രോച്ചിൽ ഒരാകർഷണം തോന്നിയ ബെറ്റ്സി അവനൊപ്പം കോഫി കുടിക്കാൻ സമ്മതിക്കുന്നു. അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ ഇരുന്നപ്പോൾ ഇരുവരുടെയും സംഭാഷണം വളരെ ഓക്വേർഡായിരുന്നു. ഇടയ്ക്കിടെ വരുന്ന നീണ്ട പോസിനിടയിൽ അവളുമായി തനിക്ക് അനുഭവപ്പെടുന്ന ആ ബന്ധത്തെ വാക്കുകളാക്കി മാറ്റാൻ ട്രാവിസ് ശ്രമിക്കുകയാണ്. അവളുടെ കണ്ണുകൾ വളരെ മനോഹരമാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തുറന്നടി ചോദിക്കുന്നത് ടോമുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. വെറുമൊരു സുഹൃത്തും കോവർക്കറുമാണെന്ന് ബെറ്റ്സി പറഞ്ഞിട്ടും അവൻ അതിൽ നിന്ന് വിടുന്നില്ല. ടോമിനും അവൾക്കും ഇടയിൽ യഥാർത്ഥത്തിൽ ഒരു സ്പാർക്ക് പോലും ഇല്ലെന്ന് ട്രാവിസ് എടുത്തു പറയുന്നു. പിന്നെ പറയുന്നത് ആ ഓഫീസിലേക്ക് കടന്നു വന്ന നിമിഷം തന്നെ ബെറ്റ്സിയുമായി ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പായിരുന്നെന്നും അതുകൊണ്ടാണ് സാധാരണ ആരോടും സംസാരിക്കാത്ത താൻ അവളുടെ അടുത്തേക്ക് നേരിട്ട് വന്ന് സംസാരിക്കാൻ ധൈര്യപ്പെട്ടതെന്നും. അതേ കണക്ഷൻ അവൾക്കും തോന്നിയോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തോന്നിയിരുന്നില്ലെങ്കിൽ അവനൊപ്പം കോഫി കുടിക്കാൻ വരുമായിരുന്നില്ല എന്ന് ബെറ്റ്സി മറുപടി നൽകുന്നു. പക്ഷേ ട്രാവിസിന്റെ ശ്രദ്ധ വീണ്ടും ടോമിലേക്കാണ് പോകുന്നത്. അവനെ തനിക്ക് ഇഷ്ടമല്ലെന്നും അവൻ ബെറ്റ്സിയെ വേണ്ടത്ര റെസ്പെക്ട് ചെയ്യുന്നില്ലെന്നും. ഈ അൺയൂഷ്വലായ പെരുമാറ്റം ശ്രദ്ധിച്ച ബെറ്റ്സിക്ക് ഒരു പാട്ടിന്റെ ലൈൻസ് ആണ് ഓർമ്മ വന്നത്. ഒരു പ്രവാചകൻ, ഒരു ഇടനിലക്കാരൻ, കുറച്ച് സത്യവും കുറച്ച് കെട്ടുകഥയും ചേർന്ന പരസ്പര വിരുദ്ധമായ ഒരാൾ. എല്ലാം കൂടി നോക്കുമ്പോൾ ആ ആദ്യ കൂടിക്കാഴ്ച അത്ര നന്നായില്ലെങ്കിലും ബെറ്റ്സി അവനോടൊപ്പം ഒരു സിനിമ കാണാൻ അടുത്ത ദിവസം പോകാമെന്ന് സമ്മതിച്ചു. അന്നേ രാത്രി ജോലിക്കിടയിൽ ട്രാവിസിന്റെ ടാക്സിയിൽ കയറുന്ന യാത്രക്കാരൻ മറ്റാരുമല്ല, സെനറ്റർ പാലന്റൈൻ തന്നെയായിരുന്നു. തിരിച്ചറിഞ്ഞ ഉടനെ താൻ വലിയൊരു സപ്പോർട്ടറാണെന്ന് അവൻ പറയുന്നു. തന്റെ ടാക്സിയിൽ കയറുന്ന എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറയാറുണ്ടെന്നും ടാക്സിയിൽ വോട്ട് ഫോർ പാലന്റൈൻ എന്നൊരു സ്റ്റിക്കർ പോലും ഒട്ടിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പക്ഷേ കമ്പനിയുടെ റൂൾസ് കാരണം അതിന് കഴിഞ്ഞില്ലെന്നും പറയുന്നു. ഈ പറയുന്നതെല്ലാം കള്ളമാണ്. രാജ്യത്തെക്കുറിച്ച് തന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന കാര്യം എന്താണെന്ന് പാലന്റൈൻ ചോദിക്കുമ്പോൾ ന്യൂയോർക്ക് ഒരു തുറന്നു കിടക്കുന്ന അഴുക്കുചാലാണെന്നാണ് ട്രാവിസ് പറയുന്നത്. ഈ നഗരത്തിലെ അഴുക്കുകളെയും മോശക്കാരെയും എല്ലാം കഴുകിക്കളയാൻ കഴിയുന്ന ഒരാളാണ് അടുത്ത പ്രസിഡന്റായി വേണ്ടതെന്നും പറയുന്നു. ഇത് കേട്ട് അല്പം കൺഫ്യൂസ്ഡ് ആയ പാലന്റൈൻ അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായെന്ന് പറഞ്ഞ് അത് അത്ര എളുപ്പമാവില്ല, വലിയ റാഡിക്കൽ ചേഞ്ചസ് തന്നെ വേണ്ടിവരുമെന്നും അറിയിച്ചു. അന്ന് രാത്രി തന്നെ അടുത്തതായി അവന് പാസഞ്ചറായി കിട്ടിയത് ഒരു പെൺകുട്ടിയെയാണ്. ഭയന്നുകൊണ്ട് ടാക്സിയിലേക്ക് ഓടിക്കേറി എത്രയും വേഗം അവിടെ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരാൾ ഓടിയെത്തി അവളെ വലിച്ചിറക്കുന്നു. അവൾ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ട്രാവിസിന് $20 എറിഞ്ഞുകൊടുത്ത് നടന്നത് മറന്നു കളയാൻ നിർദ്ദേശിച്ചു. അടുത്ത ദിവസം ബെറ്റ്സിയുമായുള്ള രണ്ടാമത്തെ ഡേറ്റിനായി ട്രാവിസ് എത്തുന്നു. അവൾ പറഞ്ഞ പാട്ടിന്റെ ഒരു കോപ്പി സമ്മാനമായി കൊണ്ടുവന്നിട്ടുമുണ്ട്. എല്ലാം നന്നായി തുടങ്ങിയെങ്കിലും അവളെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലം ബെറ്റ്സിയെ ഞെട്ടിക്കുന്നു. ട്രാവിസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അഡൾട്ട് ഫിലിം കാണിക്കുന്ന തിയേറ്ററാണ്. ഇതൊരു ഡേർട്ടി മൂവിയാണോ എന്ന് ബെറ്റ്സി ചോദിക്കുമ്പോൾ ഇതൊരു സ്വീഡിഷ് സിനിമ മാത്രമാണെന്നും ഇത് കാണാൻ കപ്പിൾസ് ഒത്തിരി വരാറുണ്ടെന്നും പറയുന്നു. അവന്റെ വാക്കിനെ വിശ്വസിച്ച് ബെറ്റ്സി അവനോടൊപ്പം അകത്തേക്ക് കയറി. പക്ഷെ അവിടെ കാണിച്ചിരുന്നത് ഒരു എക്സ്പ്ലിസിറ്റ് ആയ മൂവി തന്നെയായിരുന്നു. ചുറ്റും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനൊപ്പം ഇരിക്കുന്ന പുരുഷന്മാരും. ഇതുപോലൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിൽ ദേഷ്യപ്പെട്ട് ബെറ്റ്സി ഉടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തനിക്ക് ഫിലിമുകളെക്കുറിച്ച് അത്ര പിടുത്തമില്ലെന്നും ഇതായിരിക്കും കപ്പിൾസ് കാണുന്നതെന്ന് കരുതിയാണ് അവിടെ കൊണ്ടുവന്നതെന്നും പറഞ്ഞ് ട്രാവിസ് അവളോട് ക്ഷമ ചോദിച്ചു. വേണമെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞ് ബെറ്റ്സിയെ തടയാൻ ശ്രമിച്ചെങ്കിലും ഇനി സംസാരിക്കാൻ പോലും താല്പര്യമില്ലെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ചുപോയി. ട്രാവിസ് അവളെ ഫോണിൽ വിളിച്ച് വീണ്ടും അപ്പോളജൈസ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു കോളിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ബെറ്റ്സി ഒരു കോൾ പോലും എടുക്കുന്നില്ല. അയച്ചുകൊണ്ടിരുന്ന ഫ്ലവേഴ്സ് എല്ലാം തിരികെ വരുന്നു. ആ പൂക്കളുടെ അഴുകുന്ന മണം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവൻ ഡയറിയിൽ കുറിക്കുന്നത്. ഒരു ദിവസം ഒടുവിൽ ട്രാവിസിന്റെ ക്ഷമ നഷ്ടപ്പെട്ടു. അവൻ നേരെ ക്യാമ്പയിൻ ഓഫീസിലേക്ക് കയറി ചെന്ന് തന്റെ കോൾസ് എടുക്കാത്തത് എന്താണെന്ന് ചോദിച്ച് ബെറ്റ്സിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അവളും എല്ലാവരെയും പോലെയും തന്നെയാണെന്നും ബാക്കിയുള്ളവരെ പോലെ അവളും നരകത്തിൽ പോകുമെന്നും അവൻ വിളിച്ചു പറയുന്നു. ഒടുവിൽ ടോം പോലീസിനെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെയിരിക്കെ ഒരു രാത്രി ടാക്സിയിൽ കയറിയ യാത്രക്കാരൻ ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിർത്താൻ ആവശ്യപ്പെടുന്നു. അപ്പാർട്ട്മെന്റിന്റെ ജനലിലേക്ക് വിരൽ ചൂണ്ടി അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് തന്റെ ഭാര്യ എന്ന് അയാൾ പറഞ്ഞു. പക്ഷെ ആ അപ്പാർട്ട്മെന്റ് തന്റേതല്ല, അവൾ മറ്റൊരു പുരുഷനൊപ്പമാണ് അവിടെ ഉള്ളത്. പിന്നെ അവൻ പറയുന്നത് തന്റെ കയ്യിലുള്ള 44 മാഗ്നം റിവോൾവർ ഉപയോഗിച്ച് അവളെ കൊല്ലുമെന്നും വെടിയുണ്ട അവളുടെ മുഖത്തുണ്ടാക്കാൻ പോകുന്ന നാശം മനോഹരമായിരിക്കുമെന്നും ഒക്കെ വിവരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ട്രാവിസ് നിശബ്ദനായി ഇരിക്കുന്നു. ആ യാത്രക്കാരൻ പിന്നിൽ ഭ്രാന്തനെ പോലെ ചിരിച്ചുകൊണ്ടും. നമ്മൾ പിന്നീട് കാണുന്നത് ട്രാവിസ് ഒരു റെസ്റ്റോറന്റിൽ കയറുന്നതാണ്. മുമ്പത്തെ യാത്രക്കാരൻ അയാളുടെ ഭാര്യയെ കൊന്നോ ഇല്ലയോ എന്നറിയില്ല. റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന വിസാർഡിനെ മാറ്റി നിർത്തി തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവൻ പറയാൻ ശ്രമിക്കുന്നു. തനിക്ക് ചില മോശം ഐഡിയാസ് വരാറുണ്ടെന്നും ചിലപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും തനിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയില്ലെന്നും ട്രാവിസ് പറയുന്നു. വിസാർഡിന്റെ ഉപദേശം ഇപ്പോഴും ചെറുപ്പമായിരിക്കുമ്പോൾ ജീവിതം ആസ്വദിക്കണമെന്നും പുറത്തുപോയി ആളുകളുമായി ഇടപെടുകയും ഒറ്റപ്പെട്ട് നടക്കരുതെന്നും. ട്രാവിസിന്റെ മറുപടി അതാവണം അവൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൊട്ടത്തരമായ ഉപദേശമെന്നായിരുന്നു.
വീട്ടിലെത്തിയ ട്രാവിസ് പിന്നീട് പാലന്റൈന്റെ ഒരു ഇന്റർവ്യൂ കാണുന്നു. രാജ്യത്തെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങളെക്കുറിച്ചും ജനങ്ങൾ താൻ പ്രതീക്ഷിച്ചതുപോലെ ഉണരാൻ തുടങ്ങിയതിനെക്കുറിച്ചുമൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. ട്രാവിസ് ഇപ്പോഴും ഇടയ്ക്ക് ക്യാമ്പയിൻ ഓഫീസിന്റെ മുന്നിലൂടെ ബെറ്റ്സിയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള ഒരു രാത്രി മുമ്പ് തന്റെ ടാക്സിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ പെൺകുട്ടിയെ ട്രാവിസ് വീണ്ടും യാദൃശ്ചികമായി കണ്ടു. അവൾ തെരുവിലൂടെ നടക്കുമ്പോൾ അവൻ പതുക്കെ അവളെ ടാക്സിയിൽ ഫോളോ ചെയ്യുന്നു. കൂടെയുള്ള പെൺകുട്ടിയെയും കൂട്ടി അവൾ 2 പുരുഷന്മാരുടെ അടുക്കിലേക്ക് പോയതോടെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് മനസ്സിലായി. ആ കാഴ്ച കണ്ടതോടെ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ടാക്സി എടുത്തു പോയി. അടുത്ത ദിവസങ്ങളിൽ ട്രാവിസിന്റെ ഉള്ളിലെ അസ്വസ്ഥത കൂടുതൽ ശക്തമാകുന്നു. താൻ എത്രത്തോളം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് യാതൊരു വഴിയുമില്ലെന്ന് ഡയറിയിൽ കുറിക്കുന്നു. അവന്റെ മുറിക്കുള്ളിൽ 2 പോസ്റ്റേഴ്സും കാണാം. ഒന്ന് പാലന്റൈനെ പിന്തുണയ്ക്കുന്നതും മറ്റൊന്ന് ഓർഗനൈസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു തമാശ പോസ്റ്ററും. ബെറ്റ്സിയുമായുള്ള ആദ്യ ഡേറ്റിൽ തമാശയായി അവൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞതും ഇതേ പോസ്റ്ററാണ്. അവൻ ഡയറിയിൽ പിന്നെ കുറിക്കുന്നത് ദിവസങ്ങൾ മുഴുവൻ ഒരേ റുട്ടീനായി മാറിയെന്നും ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ പോലും കഴിയാത്തതുപോലെ. അടുത്തൊരു ദിവസം അവൻ ഈസി ആൻഡി എന്നൊരാളെ പോയി കാണുന്നു. അയാൾ ഇല്ലീഗലായി തോക്കും മറ്റും വിൽക്കുന്ന ആളാണ്. ട്രാവിസിന് ആവശ്യം 44 മാഗ്നമാണ്. ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞ ആ യാത്രക്കാരൻ ഉപയോഗിക്കാൻ പ്ലാൻ ഇട്ടാതെ തോക്ക്. ആൻഡി അത് കാണിച്ചുകൊണ്ട് ഒറ്റവെടിക്കൊരു ആനയെ വരെ കൊല്ലാൻ അതിന് കഴിയുമെന്ന് പറയുന്നു. പിന്നെ അതിനേക്കാൾ ചെറിയ 38 റിവോൾവർ കാണിച്ച് അതാണ് കൊണ്ടുകിടക്കാൻ സൗകര്യപ്രദമായ തോക്കെന്നറിയിച്ചു. പിന്നീട് ഓട്ടോമാറ്റിക്കിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് കോൾട്ട് 25ഉം ജർമ്മൻ 38 വോൾട്ടറും ഒക്കെ പുറത്തെടുക്കുന്നു. എല്ലാ തോക്കുകളും ചെക്ക് ചെയ്ത ശേഷം ട്രാവിസ് ഒടുവിൽ 4 വാങ്ങാമെന്ന് തീരുമാനിച്ചു. ഇത്രയും തോക്കുകൾ ഒറ്റയടിക്ക് വാങ്ങിച്ച പന്തികേടുള്ള മനുഷ്യനോട് ആൻഡി ചോദിക്കുന്നത് ഡ്രഗ്സ് വേണോ എന്നാണ്. അയാൾ ഒന്നിനു പുറകെ ഒന്നായി ലോകത്തുള്ള എല്ലാ ഡ്രഗ്സിന്റെയും പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ട്രാവിസ് അതെല്ലാം നിരസിക്കുന്നു. കാരണം ട്രാവിസിന്റെ പുതിയ പദ്ധതി മറ്റൊന്നാണ്. ഇനി തന്റെ ശരീരത്തെ തന്നെ നിയന്ത്രിക്കണം. ടാക്സിയിൽ ഇരുന്നുള്ള ജോലി കാരണം ശരീരം മൃദുവായി പോയെന്ന് അവൻ പറയുന്നു. അതുകൊണ്ട് കഠിനമായ ഒരു എക്സസൈസ് റുട്ടീൻ കൊണ്ടുവരുന്നു. ഒരു ഘട്ടത്തിൽ തന്റെ കൈത്തണ്ട തീയിൽ പിടിച്ചു വെക്കുക പോലും ചെയ്യുന്നു. വേദനയുമായി പൊരുത്തപ്പെടാൻ ശരീരത്തെ ശീലിപ്പിക്കണമെന്നാണ് അവന്റെ അഭിപ്രായം. അതിനൊപ്പം ഷൂട്ടിംഗ് റേഞ്ചിൽ പോയി ടാർഗറ്റ് പ്രാക്ടീസും നടത്തുന്നു. മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തോക്ക് വേഗത്തിൽ പുറത്തെടുക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു മേശയുടെ ഡ്രോവർ അയച്ചെടുത്ത് തോക്ക് ഒളിപ്പിച്ചു വെച്ച് പെട്ടെന്ന് പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കുകയും പിന്നെ അവന്റെ ബൂട്ടിന്റെ സൈഡിൽ ഒരു വലിയ കത്തി ടേപ്പ് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ഒറ്റ ഒരു ബുള്ളറ്റ് എടുത്ത് അതിലൊരു ചിഹ്നവും കുത്തി. അത് ആർക്കോ വേണ്ടി സ്പെഷ്യലായി വെച്ചിരിക്കുന്നത് പോലെ. സജ്ജീകരണമെല്ലാം കഴിഞ്ഞ് ട്രാവിസ് നേരെ പോകുന്നത് പാലന്റൈന്റെ റാലിയിലേക്കാണ്. അവിടെ സെക്യൂരിറ്റി ഡീറ്റെയിലിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെ അടുത്തെത്തി അയാൾ നിൽക്കുന്ന രീതി കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നു. അയാൾ ഒരു സീക്രട്ട് സർവീസ് ഏജന്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ജോലി എങ്ങനെയാണ് ലഭിക്കുന്നതെന്നും തിരക്കി. താൻ US മറൈൻസിൽ ഉണ്ടായിരുന്ന കാര്യവും ആളുകളെ നിരീക്ഷിക്കുന്നതിൽ തനിക്ക് കഴിവുണ്ടെന്നും പറയുന്നുണ്ട്. ആ സെക്യൂരിറ്റിയോട് പിന്നെ അയാൾ ഉപയോഗിക്കുന്ന തോക്കുകളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ട്രാവിസിന്റെ ഈ ചോദ്യങ്ങളിൽ എന്തോ സംശയം തോന്നിയതോടെ ഏജന്റ് അവനോട് പേരും അഡ്രസ്സും നൽകാൻ പറയുന്നു. സീക്രട്ട് സർവീസിൽ എങ്ങനെ ചേരാമെന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അയച്ചു തരാമെന്നും. പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ട്രാവിസ് വ്യാജ ഇൻഫർമേഷൻ നൽകി അവിടെ നിന്ന് പതിയെ മാറി. അവൻ നടന്നു പോകുമ്പോൾ ആ ഏജന്റ് ഒരു ഫോട്ടോഗ്രാഫറിനോട് അവന്റെ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അതേസമയം തന്നെ പാലന്റൈൻ അവിടേക്ക് എത്തുന്നതിനാൽ ഉണ്ടായ തിരക്കിനിടയിലേക്ക് ട്രാവിസ് പെട്ടെന്ന് മറഞ്ഞു. വീട്ടിലെത്തിയ ശേഷവും അവന്റെ പരിശീലനം തുടരുകയാണ്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരു ശത്രുവിനോട് സംസാരിക്കുന്നത് പോലെ സ്വന്തം റിഫ്ലക്ഷനോട് സംസാരിക്കുന്നു. ഈ നഗരത്തിലെ അഴുക്കുകളെ ഇനി സഹിക്കാത്ത ഒരാളാണ് താനെന്ന് അവൻ സ്വയം വിശ്വസിപ്പിക്കുന്നു. തെരുവുകൾ മലിനമാക്കുന്ന സ്കമ്മുകളെയെല്ലാം തനിക്ക് മടുത്തുവെന്നും ഒടുവിൽ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യൻ താനാണെന്നും പറഞ്ഞുകൊണ്ട് തന്റെ തന്നെ മുന്നിൽ ഒരു പുതിയ ട്രാവിസിനെ സൃഷ്ടിക്കുകയാണ് അയാൾ. ഒരു ദിവസം ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ വെച്ച് ഒരാൾ തോക്കുമായി കട കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ട്രാവിസ് പതുക്കെ അവന്റെ പിന്നിലേക്ക് നീങ്ങി അയാളെ വെടിവെച്ച് താഴെയിടുന്നു. തനിക്ക് തോക്ക് കൈവശം വെക്കാനുള്ള പെർമിറ്റ് ഇല്ലാത്തതിനാൽ ഇനി താൻ പ്രശ്നത്തിലാവുമോ എന്ന് ട്രാവിസ് ഭയന്നു. പക്ഷേ കടയുടമ തോക്ക് വാങ്ങിവെച്ച് അയാൾ അത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. ആ മാസം അത് 5ാമത്തെ റോബറി ആയതിനാൽ നേരത്തെ തന്നെ ദേഷ്യത്തിലായിരുന്ന കടയുടമ നിലത്ത് കിടന്ന കള്ളനെ വീണ്ടും തല്ലിക്കൂട്ടി. വീട്ടിലെത്തിയ ശേഷം അവന്റെ തോക്കും പിടിച്ച് ഒരു കൂട്ടം കപ്പിൾസ് ഡാൻസ് ചെയ്യുന്നത് ടിവിയിൽ കാണുന്നു. ചുറ്റുമുള്ളവർ ജീവിതം ആസ്വദിക്കുമ്പോൾ തന്റെ കയ്യിൽ ഒരു തോക്ക് മുറുകെ പിടിച്ചിരിക്കുന്ന ട്രാവിസ് വീണ്ടും തന്റെ ഒറ്റപ്പെടലിലേക്ക് തന്നെ നോക്കുകയാണ്. എല്ലാ ദിവസവും വാലന്റൈന്റെ ക്യാമ്പയിൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതും അവൻ നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനൊപ്പം ബെറ്റ്സിയെയും. അവൻ തന്റെ മാതാപിതാക്കൾക്ക് ഒരു കത്തും എഴുതി. അടുത്ത മാസത്തെ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വരാൻ കഴിയാത്തവരിൽ ക്ഷമ ചോദിക്കുകയും താനിപ്പോൾ ഗവൺമെന്റിനു വേണ്ടി രഹസ്യമായി വർക്ക് ചെയ്യുകയാണെന്നും പറയുന്നു. ആരോഗ്യമൊക്കെ നല്ലതാണെന്നും ഇപ്പോൾ നല്ല പണം സമ്പാദിക്കുന്നുണ്ടെന്നും അറിയിച്ചു. അതിനൊപ്പം ഒരു പെൺകുട്ടിയുമായി കഴിഞ്ഞ 7 മാസമായി ബന്ധത്തിലാണെന്നും ഒരിക്കൽ അവളെ പരിചയപ്പെടുത്താമെന്നും ഒക്കെയുള്ള കള്ളങ്ങൾ എഴുതി അറിയിച്ചു. അവന്റെ മെന്റൽ സ്റ്റേറ്റ് ഓരോ ദിവസവും കൂടുതൽ മോശമാവുകയാണ്. കണ്ടുകൊണ്ടിരുന്ന സിനിമയിൽ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന രംഗം കാണുമ്പോൾ അവൻ പെട്ടെന്ന് ദേഷ്യത്തോടെ TV തറയിലേക്ക് തള്ളിയിടുന്നു. അന്ന് രാത്രി തന്നെ നേരത്തെ തന്റെ ടാക്സിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ പെൺകുട്ടിയെ ട്രാവിസ് അന്വേഷിച്ചിറങ്ങി. തന്റെ ജീവിതത്തോടുള്ള ഈ ഫ്രസ്ട്രേഷനിടയിൽ ആ പെൺകുട്ടിയെങ്കിലും ആ മോശമായ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന ചിന്തയാണ് അവന്റെ മനസ്സിൽ.
സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ കസ്റ്റമർ ആണെന്ന് കരുതി താല്പര്യമുണ്ടെങ്കിൽ തന്റെ പിമ്പായ മാത്യുവിനോട് സംസാരിക്കാൻ പറഞ്ഞു. അവൾ ടാക്സിയിൽ കയറിയ രാത്രിയിൽ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയ ആളാണ് മാത്യു. ട്രാവിസ് ഒരു പോലീസ് അല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്യു അവളെക്കുറിച്ച് വളരെ മോശമായി പറയുന്നു. ചെറുപ്പമാണെന്നും ഒപ്പം സമയം ചെലവഴിക്കാൻ എത്ര പണം വേണമെന്നും അറിയിച്ചു. അങ്ങനെ അവൾക്കൊപ്പം ഒരു ചെറിയ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നു. അവിടെയുള്ള മാനേജർ കൊടുത്ത പണത്തിനുള്ള സമയം താൻ കൃത്യമായി കണക്കാക്കുന്നുണ്ടെന്നും പറയുന്നു. ഒരു പകപ്പോടെ നടന്ന ട്രാവിസിനോട് വെറും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ വേഗം കാര്യങ്ങൾ തുടങ്ങാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അവനത് നിരസിച്ച് അവൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. പേരെന്താണെന്ന് പലതവണ ചോദിച്ച ശേഷം ഒടുവിൽ ഐറിസ് എന്ന് വെളിപ്പെടുത്തി. അവൾ വസ്ത്രം അഴിക്കാൻ തുടങ്ങുമ്പോൾ അവളോട് സംസാരിക്കാൻ മാത്രമാണ് വന്നതെന്നും പറഞ്ഞ് ട്രാവിസ് അവളെ തടഞ്ഞു. തന്റെ ടാക്സിയിൽ കയറിയ രാത്രി ഓർമ്മയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. അന്ന് എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയാതെ പോയെങ്കിലും ഇപ്പോൾ അവൾക്ക് ഈ ജീവിതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ താൻ സഹായിക്കാമെന്നും പറയുന്നു. പക്ഷെ ഐറിസ് അതൊന്നും കാര്യമായി എടുക്കാതെ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവൻ വീണ്ടും അവളെ തടഞ്ഞുകൊണ്ട് അന്ന് രാത്രി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ എന്താണ് താല്പര്യമില്ലാത്തതെന്ന് ചോദിച്ചു. അവൾ ആദ്യം ആ രാത്രി ഓർമ്മയില്ലാത്തതുപോലെ അഭിനയിച്ചെങ്കിലും പിന്നീട് എല്ലാം തുറന്നു പറഞ്ഞു. തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ജോലി ഉപേക്ഷിച്ച് പോകാമെന്നും പക്ഷേ പോകാൻ തനിക്ക് മറ്റൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്യു തന്നെ സംരക്ഷിക്കുകയാണെന്നും അവൾ പറയുന്നു. ട്രാവിസിന്റെ കൺസേണിന് നന്ദി പറഞ്ഞ ശേഷം അടുത്ത ദിവസം വീണ്ടും കാണാമെന്നും സമ്മതിക്കുന്നു. പക്ഷേ ഇത്തവണ അവളുടെ ജോലിക്കല്ല, പകരം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി. ട്രാവിസ് അവിടുത്തെ മാനേജറിന് റൂമിന്റെ $10 നൽകിയിട്ട് താൻ ഒരു ദിവസം തിരികെ വരുമെന്നും പറയുന്നു. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ച് ഐറിസ് തന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. താൻ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അച്ഛനും അമ്മയ്ക്കും തന്നോട് വെറുപ്പാണെന്നും അറിയിക്കുന്നു. പക്ഷെ അവളുടെ ഇപ്പോഴത്തെ ജീവിതം ഒരു തരത്തിലുള്ള നരകമാണെന്നാണ് ട്രാവിസ് പറയുന്നത്. അവൻ ഉപദേശിക്കുന്നത് ഈ ജീവിതം ഉപേക്ഷിച്ച് വീട്ടിൽ പോകണം, സ്കൂളിൽ പോകണം, സ്വന്തം പ്രായത്തിലുള്ളവരോടൊപ്പം സാധാരണ ജീവിതം നയിക്കണം. മാത്യുവിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് അവൾ ജീവിതം നശിപ്പിക്കുകയാണെന്നും അവൻ പറഞ്ഞു. എന്നാൽ പക്വതയില്ലാത്ത ഐറിസിന് അതൊന്നും മനസ്സിലാവുന്നില്ല. മാത്യു ഒരു നല്ല മനുഷ്യനാണെന്നും അയാൾ തന്നെ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ലെന്നും പറഞ്ഞ് അവൾ അവനെ സംരക്ഷിക്കുന്നു. തനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് പോകാമെന്നും അവൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ അതത്ര എളുപ്പമല്ലെന്ന് ട്രാവിസ് പറഞ്ഞു. രൂപയുണ്ടാക്കി കൊടുക്കുന്ന അവൾ പോയാൽ അവർ അവളെ തേടി വരും. മാത്യുവിനെ പോലെയുള്ളവർ ഈ ലോകത്തിലെ ഏറ്റവും താഴ്ന്ന വൃത്തികെട്ടവരാണെന്നും അവളെയും മറ്റു പെൺകുട്ടികളെയും ഇതുപോലെ യൂസ് ചെയ്യുന്നത് ഇനി അനുവദിച്ചുകൂടാ എന്നും ഒരാളെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നും. കഴിഞ്ഞ ദിവസം അവളെ കാണാൻ വന്നപ്പോൾ മാത്യു അവളെക്കുറിച്ച് തന്നോട് പറഞ്ഞ മോശമായ കാര്യങ്ങൾ ട്രാവിസ് അവളെ അറിയിച്ചു. അത് കേട്ടതോടെ ഐറിസിന് ഒരു നിമിഷത്തേക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നു. ഈ ജീവിതം ഉപേക്ഷിച്ചാൽ ഒരു കമ്മ്യൂണിൽ പോയി താമസിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. കമ്മ്യൂൺ എന്ന് പറയുന്നത് ചെറുപ്പക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഹിപ്പീസിനെ പോലെയുള്ള ഒരു കൂട്ടായ്മ. ഐറിസ് അവനോടും കൂടെ വരാൻ ക്ഷണിക്കുന്നു. പക്ഷേ ട്രാവിസ് അതിന് കഴിയില്ലെന്നും തനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സർക്കാരിന് വേണ്ടി ചെയ്യാനുണ്ടെന്നും താൻ ശരിക്കും ഒരു രഹസ്യ പോലീസാണെന്നുമാണ് പറയുന്നത്. അവന്റെ ആ കള്ളം ഐറിസ് ചിരിച്ചു കളി. അവൾക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ പണം ട്രാവിസ് റെഡിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് അവർ പിരിഞ്ഞു. പിന്നീട് ഐറിസ് മാത്യുവിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് തനിക്ക് ഈ ജീവിതം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. പക്ഷെ അവൻ ഉടൻ തന്നെ മറ്റൊരു വേഷം അണിയുന്നു. താൻ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും അവളെപ്പോലെ ഒരാൾ തന്റെ കൂടെയുള്ളത് ഭാഗ്യമാണെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഇമോഷണലായി മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അവന്റെ ആ നാടകത്തിൽ വീണ് ഐറിസ് അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. ഇനി ട്രാവിസ് തന്റെ ഗ്രാൻഡ് വർക്കിനുള്ള അവസാന തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. ഒരിക്കൽ ബെറ്റ്സിക്കായി വാങ്ങിയ പൂക്കളെല്ലാം കത്തിച്ചു കളയുന്നു. ശേഷം ഐറിസിന് ഒരു കത്തെഴുതി അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പണവും അതിനുള്ളിൽ വെക്കുന്നു. അവൾ ആ കത്ത് വായിക്കുന്ന സമയത്ത് താൻ ജീവനോടെ ഉണ്ടാകില്ലെന്നും അതിലെഴുതി. ഡയറിയിൽ ട്രാവിസ് രേഖപ്പെടുത്തുന്നത് തന്റെ ജീവിതം മുഴുവൻ ഒരു നിശ്ചയിച്ച ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നതെന്നും യഥാർത്ഥത്തിൽ തനിക്ക് മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ലെന്നും. അത് കഴിഞ്ഞ് പാലന്റൈന്റെ റാലിയിലേക്ക് അവനെത്തുന്നു. ഇപ്പോൾ തല മൊട്ടയടിച്ച് ഒരു മോഹോക്ക് ആക്കിയിരിക്കുകയാണ്. ഈ നഗരത്തിലെ മോശക്കാരെ തുടച്ചു നീക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു സിസ്റ്റത്തിന്റെ പ്രതിനിധിയായാണ് ട്രാവിസ് ഇപ്പോൾ പാലന്റൈനെ കാണുന്നത്. അതുകൊണ്ട് അയാളെ കൊല്ലുക എന്നതാണ് അവന്റെ ഒന്നാമത്തെ പദ്ധതി. പ്രസംഗം കഴിഞ്ഞ് പാലന്റൈൻ നടന്നു നീങ്ങുമ്പോൾ ട്രാവിസ് അയാളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ തോക്ക് പുറത്തെടുക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ നേരത്തെ കണ്ട സീക്രട്ട് സർവീസ് ഏജന്റ് അവനെ ശ്രദ്ധിക്കുന്നു. പദ്ധതി പാളിയെന്ന് മനസ്സിലായതോടെ അവിടെ നിന്ന് ഓടുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. പക്ഷെ അതോടെ അവന്റെ ദൗത്യം അവസാനിക്കുന്നില്ല. ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന രണ്ടാമത്തെ കാര്യം പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന മാത്യുവിനെ പോലെ ഉള്ളവരെ ഇല്ലാതാക്കുക. അവൻ നേരെ ഐറിസ് ജോലി ചെയ്യുന്ന ബിൽഡിംഗിലേക്ക് എത്തുന്നു. പുതിയ ലുക്കിലുള്ള ട്രാവിസിനെ മാത്യു തിരിച്ചറിഞ്ഞില്ല. ഐറിസ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെ തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് മാത്യു നിഷേധിക്കുന്നു. സംഭാഷണം പതിയെ ചൂടുപിടിച്ച് ഒടുവിൽ മാത്യു ട്രാവിസിന് നേരെ സിഗരറ്റ് ഫ്ലിക്ക് ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ ട്രാവിസ് തോക്ക് പുറത്തെടുത്ത് അവന് നേരെ വെടി തുറക്കുന്നു. മാത്യു നിലത്ത് വീണ് ഇഴയുമ്പോൾ ട്രാവിസ് ആ ഹോട്ടലിലേക്ക് കയറുന്നു. അവിടെ നേരത്തെ കണ്ട മാനേജറിന്റെ കൈപ്പത്തി വെടിവെച്ച് തകർത്തു. പക്ഷേ പെട്ടെന്ന് പിന്നിൽ നിന്ന് പരിക്കേറ്റ മാത്യു വെടി തുറക്കുന്നു. വെടിയുണ്ട കഴുത്തിലൂടെ ഉരസിപ്പോയി. അവൻ അപ്പോൾ തന്നെ തിരിച്ചു വെടിവെക്കുന്നു. ഇത്തവണ മരണം ഉറപ്പിക്കാൻ 3-4 വട്ടം കൂടി വെടിവെച്ചു. ഐറിസിനെ തപ്പി മേളിലേക്ക് പോകുമ്പോൾ അവനെ കൊല്ലുമെന്ന് വിളിച്ചലറിക്കൊണ്ട് ആ മാനേജർ പിന്നാലെ വരുന്നു. ഈ ബഹളമെല്ലാം കേട്ട ഐറിസിനൊപ്പം ഉണ്ടായിരുന്ന കസ്റ്റമർ പുറത്തേക്ക് വന്ന് ട്രാവിസിനെ വെടിവെച്ചു. പരിക്കേറ്റ് കയ്യിലെ തോക്ക് പോയെങ്കിലും ട്രാവിസ് തന്റെ കൺസീൽഡ് ഗൺ പുറത്തെടുത്ത് അയാളെയും തുടരെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നെ ഉണ്ടായ മാനേജറുമായ മൽപ്പിടുത്തത്തിൽ അയാളുടെ കയ്യിലൂടെ ഒരു കത്തി കുത്തിയിറക്കി.
ഒടുവിൽ അയാളുടെ തലയിലേക്ക് ഒരു വെടി ഉതിർത്ത് എല്ലാം അവസാനിപ്പിക്കുന്നു. ഇതെല്ലാം നേരിൽ കണ്ടുകൊണ്ടിരുന്ന ഐറിസ് ഭയന്ന് നിലവിളിക്കുകയാണ്. എന്നാൽ ട്രാവിസ് ഒന്നും പറയാതെ തന്റെ തോക്കെടുത്ത് തലയ്ക്ക് കാഞ്ചി വലിക്കുന്നു. പക്ഷേ വെടിയുണ്ടകൾ തീർന്നിരുന്നു. പരിക്കെല്ലാം കാരണം അവൻ അടുത്തുള്ള കൗച്ചിലേക്ക് ഇരുന്നു വീഴുന്നു. അപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തുമ്പോൾ രക്തത്തിൽ കുതിർന്ന വിരൽ സ്വന്തം തലയിലേക്ക് ഉയർത്തി തനിക്ക് ചെയ്യാൻ കഴിയാത്ത ആ അവസാന വെടിയുതിർക്കൽ ട്രാവിസ് ഒരു ചിരിയോടെ ആംഗ്യത്തിൽ കാണിക്കുന്നു. അന്നത്തെ സംഭവം കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് വഴിയാണ് അറിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ട്രാവിസ് കുറച്ചു ദിവസം ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്നു. പത്രക്കാർ ട്രാവിസിനെ ഒരു വിജിലാന്റി ഹീറോയായി ചിത്രീകരിക്കുന്നു. മോശക്കാരുടെ കയ്യിൽ നിന്ന് ഒരു കുട്ടിയെ ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് രക്ഷിച്ച ധീരനായ മനുഷ്യൻ. ഐറിസിന്റെ മാതാപിതാക്കൾ ട്രാവിസിന് ഒരു കത്തും എഴുതി മകളെ രക്ഷിച്ചതിന് നന്ദി പറയുകയും അവരുടെ വീട്ടിൽ ട്രാവിസ് ഇപ്പോൾ ഒരു ഹീറോയാണെന്നും പറഞ്ഞു. ഐറിസിനെ പഴയ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എളുപ്പമല്ലായിരുന്നെങ്കിലും അവൾ ഇപ്പോൾ വീണ്ടും സ്കൂളിൽ പോകുന്നുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ട്രാവിസ് വീണ്ടും പഴയതുപോലെ ടാക്സി ഓടിച്ചു തുടങ്ങി. മറ്റ് ഡ്രൈവേഴ്സിനിടയിൽ അവനിപ്പോൾ ഒരു ബഹുമാനവുമുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പാസഞ്ചർ വരുന്നത്. അത് ബെറ്റ്സിയായിരുന്നു. അവൾ പത്രങ്ങളിലൂടെ എല്ലാം അറിഞ്ഞിരുന്നു. ട്രാവിസിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പരിക്കുകൾ വലിയ കാര്യമായിട്ടില്ലെന്നും ഇപ്പോൾ ചെറിയ സ്റ്റിഫ്നെസ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവൻ അതിനെ ലഘൂകരിക്കുന്നു. അവന്റെ ആ ഹീറോയിക്കായ സ്റ്റോറി ബെറ്റ്സിയിൽ ഒരു ആകർഷണം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാവിസിനും അവളെ കണ്ടതിൽ സന്തോഷമുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നും തുറന്നു പറയുന്നില്ല. ബെറ്റ്സി ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി പണം നൽകാൻ ശ്രമിക്കുമ്പോൾ ട്രാവിസ് അത് വാങ്ങാതെ ബായ് പറഞ്ഞുപോയി. അവന്റെ മുഖത്ത് സന്തോഷം കാണാമെങ്കിലും രാത്രിയുടെ ഇരുട്ടിലേക്ക് ട്രാവിസ് വീണ്ടും ടാക്സി ഓടിച്ചു പോകുമ്പോൾ റിയർവ്യൂ മിററിൽ എന്തോ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരു നിമിഷത്തേക്ക് പഴയ അസ്വസ്ഥത വീണ്ടും അവന്റെ മുഖത്ത് തെളിയുന്നു. എല്ലാം കഴിയുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ആ രക്തം പുരണ്ട രാത്രിയുടെ സംതൃപ്തിയും തനിക്ക് ലഭിച്ച ഹീറോ സ്റ്റാറ്റസും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവനെ ഈ വഴിയിലേക്ക് തള്ളിവിട്ട അവന്റെ ഉള്ളിലെ ആ ഏകാന്തത യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ടോ? ഒരുപക്ഷേ ഇല്ല. സിനിമയും ട്രാവിസിനെ അവിടെ തന്നെയാണ് ഉപേക്ഷിക്കുന്നത്. ആ നഗരത്തെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു മഴയ്ക്കായി കാത്തിരിക്കുന്നവനായി, അല്ലെങ്കിൽ ആ ശുദ്ധീകരണം ഒരിക്കൽ കൂടി സ്വന്തം കൈകളിലെടുക്കാൻ തയ്യാറാകുന്നവനായി. ഇവിടെയാണ് സിനിമ അവസാനിക്കുന്നത്. വീഡിയോ കണ്ടതിൽ നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ